ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒട്ടുമിക്ക ആളുകളുടെയും പ്രിയപ്പെട്ട ഒരു 4 മണി പലഹാരമായ നല്ല മൊരിഞ്ഞ് മൃദുവായ ഉഴുന്നുവടയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റായി രുചിയേറിയ ഉഴുന്നുവട തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം 1 കപ്പ് ഉഴുന്ന് 3-4 വട്ടം കഴുകി 4 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റിവെക്കുക. 4 മണിക്കൂറിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിൽ 3-4 തവണകളായിട്ട് 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഐസ് വാട്ടർ ഇതിൽ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് ഒട്ടും ചൂടാകില്ല. അതുമാത്രമല്ല, ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അടുത്ത സ്റ്റെപ്പ് മിക്സിംഗ് ആണ്. അതിനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് വെക്കുക. പിന്നീട് കൈ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് മാവ് നല്ലപോലെ അടിച്ചടിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ അടിച്ചടിച്ച് മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവിൽ എയർ സർക്കുലേഷൻ ഉണ്ടാകാനും നല്ല രീതിക്കുള്ള ഫെർമെൻറ്റേഷൻ ഉണ്ടാകാനുമായിട്ട് സഹായിക്കുന്നതാണ്. ഈ സമയം സ്പൂൺ ഉപയോഗിക്കരുത്, കൈ കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ഡ്രോപ്പിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പാത്രത്തിലോ ഗ്ലാസ്സിലോ കുറച്ച് വെള്ളം എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് 1 സ്പൂൺ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. മാവ് പെർഫെക്റ്റ് ആയിട്ടാണ് അരഞ്ഞിരിക്കുന്നതെങ്കിൽ അത് പൊങ്ങിക്കിടക്കും. മാവിൽ വെള്ളം കൂടുതലാണെങ്കിൽ അത് താഴ്ന്നു പോകും. കണ്ടോ, ഇപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ മാവിന് പുളിച്ചു പൊങ്ങുന്നതിനായി 3 മുതൽ 4 മണിക്കൂർ വരെ മാറ്റിവെക്കുക. ഇനി മാവിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 സവാളയുടെ 1/4 ഭാഗം അതിവിടെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, കറിവേപ്പില 1 തണ്ട് അത് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. കൂടാതെ ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ആവശ്യമാണ്, അതും ചെറുതായി നുറുക്കി മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തവി കൊണ്ട് മാവിനെ സാവധാനം യോജിപ്പിച്ചെടുക്കുക. സ്പീഡ് കൂട്ടി ഒരിക്കലും മിക്സ് ചെയ്യരുത്, മാവിനുള്ളിൽ കയറി കൂടിയ എയർ പോയിപ്പോകും. അടികട്ടിയുള്ളൊരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക. ഈ സമയം ഒരു പാത്രം വെള്ളം നമ്മൾ കരുതി വെക്കണം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കൈയും മുക്കി വേണം നമ്മൾ മാവ് പിടിച്ച് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. പല രീതിയിലും നമ്മൾക്ക് ഉഴുന്നുവട ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിലൊരു മെത്തേഡാണിത്. 2 കൈയും വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒരു വലിയ ഉരുള മാവിൽ നിന്നെടുത്ത് മറ്റേ കയ്യിൽ വെച്ച് അതൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം തള്ളവിരൽ കൊണ്ട് നടുകെ ഒന്ന് കുത്തി അതങ്ങനെ തന്നെ എണ്ണയിലേക്ക് മറിച്ചിടുക. എണ്ണ നന്നായി കാഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് മാത്രം ഷേപ്പ് ചെയ്ത് വെച്ച വട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചുമിട്ട് ഇതിനെ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇത് ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേവാനായിട്ട് പ്രയാസമുണ്ടാകും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഷേപ്പ് ചെയ്ത് വറുത്തു കോരുക. ഈ ഒരു മെഷർമെൻറ്റിൽ നിന്നും വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള 16 ഉഴുന്നുവടകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഉഴുന്നുവടയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കട്ട തേങ്ങ ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. പിന്നീട് പുളി ഒരു ചെറിയൊരു പീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നീട് ഇത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 8 ചെറിയ ഉള്ളിയും 2 ടീസ്പൂൺ ചതച്ചമുളകും ചേർത്ത് വഴറ്റിയെടുത്തതാണ്. ഇത് എണ്ണയോടുകൂടി തന്നെ ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തൊടാതെ മിക്സിയിൽ അരച്ചെടുക്കുക. അരിപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല മൊരിഞ്ഞ് സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള ഉഴുന്നുവടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.